ചേച്ചി 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലിവിങ് റിലേഷൻഷിപ്പോ ഡിവോഴ്സ് ഒന്നും അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഇപ്പൊ അടുത്ത വീട്ടിൽ ഒരാണും പെണ്ണും താമസിക്കുന്നതാണെങ്കിൽ ആൾക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നാൽ അവർക്ക് എപ്പോ വേണേലും പിരിഞ്ഞു പോവാം. ഇപ്പം ഒരാണ് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണ് ആണ് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു ബന്ധങ്ങളും ഇല്ല. പക്ഷെ ഇപ്പം അന്നത്തെ നിന്ന് മാറ്റം വന്നിട്ട് ഇപ്പത്തെ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് നോക്കി? ഞാൻ വളരെ പ്രൗഡായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ആ കാലത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പാണ്, അതിൻ്റെതായ ഒരു വാല്യൂ എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായ ഒരു എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന മാതിരി എനിക്കൊരു ഒരു മാരീഡ് ആൻഡ് ഒരു പേപ്പറിൻ്റെ ഒപ്പില്ല ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരെയും പോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരാളോട് ചോദിക്കുമ്പോൾ ഞാൻ ലിവിങ് ടുഗെദർ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു 10 വർഷം എത്ര രസമായിട്ടാണ് ഈ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർ എത്ര രസമായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ റെഡിയാണ് എന്നുള്ളതാണ്. ഈവൻ പലരുടെ അമ്മയും പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കണ്ട, വേണമെങ്കിൽ ഒരുമിച്ച് കുറച്ചു കാലം ജീവിക്കുക. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് യു കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഒരുപാട് അമ്മമാര് പറയുന്നത്, അച്ഛന്മാര് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ? ആൾക്കാരിൽ ഒരാളാന്ന് തോന്നുന്നു അതിന് തുടങ്ങി വെച്ച ആൾക്കാർ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ലിവിങ് ടുഗെദർ ആകണം എന്ന് വിചാരിച്ച് വന്നതല്ല. അതൊരു അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് വരണം എന്ന് വിചാരിച്ച് വന്നതല്ല. എല്ലാം എനിക്ക് എന്താ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാൻ ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാനൊരു തുടക്കക്കാരി ആയല്ലോ എന്നുള്ളത്. ബന്ധങ്ങളെ പറ്റി പറഞ്ഞു തരാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അമ്മയാണ്. അമ്മ ഇപ്പൊ എന്താണ് സംസാരിക്കുന്നത്? സംഗീതത്തിനെ പറ്റിയും ലൈഫിനെ പറ്റിയൊക്കെ എന്താണ് സംസാരിക്കുന്നത്? സംഗീതത്തിനെ പറ്റിയാണ് കൂടുതലും സംസാരിക്കുന്നത്. ഷീ ഈസ് വെരി ബിസി വിത്ത് ഹർ മ്യൂസിക്കൽ ജേർണി ആൻഡ് ഓൾ. പുള്ളിക്കാരിയും അച്ഛൻ മരിച്ചതിന് ശേഷം സംഗീതത്തിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കച്ചേരികളും അതുപോലത്തുള്ള പല മ്യൂസിക്കൽ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആൻഡ് ലൈഫിലേക്കും ഞങ്ങൾ മക്കൾ രണ്ടുപേരും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റ് അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അമ്മയും വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ഈ 60-60 വയസ്സിൽ അവരത് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഐ എം വെരി പ്രൗഡ് അബൌട്ട് മൈ മദർ. ഷീ ഈസ് സെലിബ്രേറ്റിംഗ് ഹർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ 60th ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ഇതിലൂടെ ഞങ്ങൾ ഐ വിൽ ലെറ്റ് ഹർ നോ. അപ്പോൾ യാ, ഷീ ഈസ് റൈറ്റ് നൗ സെലിബ്രേറ്റിംഗ് ഹർ ലൈഫ് ഓൾസോ. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ സിസ്റ്ററിനെ പറ്റിയിട്ട് അധികം പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അപേക്ഷിയുടെ ഓർമ്മയിലുള്ള സിസ്റ്റർ ആയിട്ടുള്ള ഒരു മെമ്മറി എന്ന് പറയും. സിസ്റ്റർ ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവളെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ജസ്റ്റ് പറഞ്ഞു പോകാറ് മാത്രം. കാരണം അവൾക്ക് ആവശ്യമില്ലാത്തൊരു അറ്റൻഷൻ കൊടുക്കണ്ട, മീഡിയയിലുള്ളൊരു അറ്റൻഷൻ കൊടുക്കണ്ട. കാരണം പുള്ളിക്കാരിക്കും കംഫർട്ടബിൾ അല്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല. അത് അവൾക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഞങ്ങളുടെ ഞങ്ങളുടെ ബോണ്ട് വളരെ സട്ടിലായിട്ടുള്ള ഒരു ബോണ്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ മനസ്സിലാകാറുണ്ട് പലതും. പക്ഷെ ഞങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ പറയുക, ഒരുപാട് സംസാരിച്ചിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അത് മനസ്സിലാകാറുണ്ട് പലപ്പോഴും. പിന്നെ ഒരു അച്ഛൻ്റെ ഏറ്റവും നല്ല കാലത്തുണ്ടായ കുട്ടി, അച്ഛൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഈ മക്കളുണ്ടാകുന്ന ഓരോ മക്കൾക്കും അവരുടെ പാരൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അച്ഛൻ്റെ ഒരു 34 ഇയേഴ്സിലുണ്ടായ കുട്ടിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടുണ്ടായ ആളാണ്. അപ്പോൾ അവൾ കണ്ട അച്ഛനും ഞാൻ കണ്ട അച്ഛനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പാരൻസിനെ കണ്ടത് അതിൻ്റെതായ ഡിഫറൻസസ് നമുക്കുണ്ട്. പിന്നെ ഐ ഓൾവേസ് വോണ്ട് മൈ സിസ്റ്റർ ടു ബി സിസ്റ്റർ. ഐ നെവർ വോണ്ട് ഹർ ടു ബി മൈ ഫ്രണ്ട് ആൻഡ് ഓൾ. അവൾ ഷീസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ബട്ട് ഐ വോണ്ട് ഹർ ടു ബി മൈ സിസ്റ്റർ. ബിക്കോസ് സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്ററാണ്. നമുക്ക് ഈ നാട്ടിലുള്ള സകലമായ ആൾക്കാരെയും സിസ്റ്ററും ബ്രദറും എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ആ ഒരു കൺസെപ്റ്റിനോട് എനിക്കും ഇപ്പൊ ഈ പോകുന്ന വഴിക്ക് 2 ദിവസം പരിചയപ്പെട്ട് എന്റെ ബ്രദറിനെ പോലെയാണ്. മാത്രമല്ല എന്റെ ബ്രദർ ആണ് എന്നൊക്കെ പറയും. ബ്രദറാന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടികളാണ് ചെയ്യുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അതൊരു അങ്ങനത്തെ ഒരു
ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. അതുകൊണ്ട് സിസ്റ്റർ ഈസ് ഓൾവേസ് സിസ്റ്റർ. വി ആർ ഫ്രം ദ സെയിം ഫാമിലി ട്രീ, സോ വി അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ടു മൈ എന്താ പറയുക, ഞാനായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതും ഇവൻച്വലി ടേൺ ടു ബി ഗുഡ്. അതാണ് ഇദ്ദേഹം. അപ്പോൾ വിഷ്ണു ഞാനേ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു എക്സ്പ്രഷൻ വന്നത് എന്താണെന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് തിരിയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിഷ്ണു ബ്രദർ ഇൻ ലോ ആയിട്ട് വരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രദർ ഇൻ ലോ ഇൻ ദ സെൻസ് അവർ മാരീഡ്, ഇപ്പോൾ അടുത്ത വർഷം മാരീഡ് ആവും, ഈ വർഷം തന്നെ മാരീഡ് ആവും. ഓക്കെ. അപ്പോൾ അതിന് നിമിത്തമായത് ചേച്ചി തന്നെയാണ്? അതെ, നിമിത്തമായത് ഞാനാണ്. ഈ ഒരു നിമിത്തത്തിനെ പറ്റി പറയും, മിണ്ടാതിരുന്നല്ലേ എത്ര നേരം. ഇതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ആളെ വരുന്നതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ട് വന്നിട്ടുണ്ട് ഒരിക്കലും. അവിടെ ഞാൻ ഇതേമാതിരി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വായിക്കാൻ പോയപ്പോൾ ചേച്ചി അവിടെ ഗസ്റ്റായിട്ട് വിളിച്ച് ചേച്ചിയുടെ കൂടെ പുള്ളിക്കാരി വന്ന് അങ്ങനെ ഉണ്ടായി. ഇതിപ്പോ ഇങ്ങനെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? എന്താ ചോദിച്ചേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞില്ല അപേക്ഷി ത്രൂ ആണ് പരിചയപ്പെട്ടതെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സൗഹൃദത്തെ പറ്റി അപേക്ഷയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് ആരാണ്? അങ്ങനെയില്ല, ഞങ്ങൾ ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ് അടുപ്പിച്ചത്. അതെ, മ്യൂസിക്കലി ആണ് അടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് ഫാമിലിക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. അത് ഞാൻ അധികം സംസാരിക്കേണ്ടി വന്നില്ല. ഞാനായിട്ട് സംസാരിക്കത്തുമില്ല. ഇത് കൊള്ളാം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് തോന്നി നമുക്ക് ഇപ്പോൾ ഞാൻ ആരടുത്തും അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ഇന്ന ആള് കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിലാവൂന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിലേഷൻഷിപ്പിലൊന്നും ആരും ആവത്തില്ല. അത് അവർക്ക് തന്നെ തോന്നിയിട്ട് അവർക്കായിട്ട് തോന്നിയാലേ അവരത് വർക്കൗട്ടാക്കി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും ശരിയാവണം എന്നില്ല. എനിക്ക് ആ സമയത്ത് തോന്നിയൊരു പോയിന്റാണ്, ഇത് കൊള്ളാമല്ലോ, നല്ലതാണ്, നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നതാണ്. എപ്പോഴും റിലേഷൻഷിപ്പും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ തന്നെ ഡിസൈഡ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പലതും ഞാനിങ്ങനെ എന്താ പറയുക നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ചെയ്യാവോ, അതങ്ങനെ ചെയ്യാവോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ചില കാര്യങ്ങളിനോട് ഞാൻ എതിർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു സിസ്റ്റർ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്താ പറയുക പ്രഷർ ചെലുത്തുക അല്ലെങ്കിൽ അങ്ങനെ വേണം, ഇത് തന്നെ ചെയ്യണം, കുടുംബത്തിനെ സംരക്ഷിച്ചിട്ട് ആ കുടുംബ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല. she has all the right to do what she wants. ചേച്ചി, ഇപ്പോൾ പൊതുവേ നമ്മൾ കേട്ടുവരുന്നതാണ് ഡ്രഗ്സിന്റെ യൂസേജ്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പം ഈ ആർട്ടിസ്റ്റിന്റെ ഇടയിലൊക്കെ അങ്ങനെ യൂസേജ് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങളോടുള്ള അപേക്ഷയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക? എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പുറത്തായിരിക്കരുതല്ലോ നമ്മുടെ മ്യൂസിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ജീവിതവും. അത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ബലത്തിലായിരിക്കരുത്. നമുക്ക് മനസ്സിൽ നിന്ന് തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്ന് തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത്. ഇത് വളരെ വീക്കായിട്ടുള്ളവരായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കണം. പലപ്പോഴും സ്ത്രീകളെ കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് അടുത്ത ന്യൂസ് ഒക്കെ. അത് ഭയങ്കര അത് സംശയിക്കപ്പെടില്ല എന്നുള്ളതിന്റെ ഒരു തോന്നലും കൂടെ ഉണ്ടാവണമായിരിക്കും. പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള പല സ്ഥലത്തും നമ്മൾ ന്യൂസിൽ തന്നെ സ്ത്രീകൾ ഇങ്ങനെ പലതും അടിച്ചിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്ന കാണാം, ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഈ പറയുന്ന മാറ്റത്തിന്റെ ഒരു ഭാഗം ആയിട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതും വരുന്നുണ്ടെന്ന് തോന്നാം. വളരെ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു കേരളത്തിൽ നിന്ന് ഒരു കോവിഡിന് ശേഷം ഈ ലിവിങ് ടുഗെദർ ഒക്കെ അക്സെപ്റ്റ് ചെയ്തത് അതേ സൊസൈറ്റി തന്നെ ഈ ലഹരി ഉപയോഗവും പ്രശ്നമാവുന്നത് വളരെ സങ്കടകരമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് കൂടെ പാടിയിട്ട് അവസാനിപ്പിച്ചാലോ? യാ, ഡെഫിനറ്റ്ലി. പാടാം.
മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.